ഈ കോൺഗ്രസ് സൈബർ ഹാൻഡിൽ നിന്നല്ല എന്നുള്ളതാണ് മുഹമ്മദ് ഷിയാസ് ഇന്നലെ നിന്നും ആവർത്തിച്ച് പറയുന്നത്. അത് CPM-നുള്ളിൽ തന്നെയുള്ള ഒരു രാഷ്ട്രീയ പോരാണ്. അത് CPM-നുള്ളിൽ നിന്ന് വന്നതാണ്. ഞങ്ങൾ കോൺഗ്രസ്സുകാരല്ല അതിന് ഉത്തരവാദിത്വം പറയേണ്ടതെന്നുള്ളതാണ് അവർ പറയുന്നത്. അല്ല, കോൺഗ്രസ്സുകാരുടെ ഹാൻഡിലുകളിൽ നിന്നാണല്ലോ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ആരാണെന്ന് അന്വേഷിക്കട്ടെ, അന്വേഷണം നടക്കട്ടെ, കാത്തിരുന്ന് കാണാം. വെയിറ്റ് ആൻഡ് സീ. തീർച്ചയായിട്ടും നമ്മൾ സ്ട്രോങ് ആയിട്ട് നടന്നു. ഇന്നലെ തന്നെ പോലീസ് വിളിച്ചിരുന്നു. അതിൻ്റെ നിയമപരമായ കാര്യങ്ങളും ബാക്കി നടപടിക്രമങ്ങളും അന്വേഷണങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, മൊഴിയിൽ നമുക്ക് അനുഭവപ്പെട്ട പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ അതിന് കാരണക്കാരായിട്ടുള്ള വ്യക്തികളും ഇപ്പോൾ പറഞ്ഞ പോലെ ഗോപാലകൃഷ്ണൻ, അതുപോലെ തന്നെ ഷാജഹാൻ, പിന്നെ ഒരു പുള്ളിയും കൂടി വന്നിട്ടുള്ള കൊണ്ടോട്ടി അബു കോഴിക്കോട് എന്നുള്ളത്, പിന്നെ അതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ ജിൻഡോ ജോൺ, ഷെരീഫ്, ഇവരുടെ ഒക്കെ പേര് വെച്ച് കൊടുത്തിട്ടുണ്ട്. മൊഴിയിൽ ഈ പറഞ്ഞ പോലെ ഗോപാലകൃഷ്ണൻ്റെയും അടക്കം കെ ഷാജാൻ്റെ അടക്കം പേരുകൾ. അതെ, നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിലൂടെ പേര് വെച്ച് ഇങ്ങനെ സ്ത്രീകളെ എന്തും പറയാമെന്നുള്ള ധാർഷ്ട്യത്തോടു കൂടി പോകുന്ന കുറച്ച് ആളുകളുണ്ട്. സോഷ്യൽ മീഡിയയിൽ സ്ഥിരം കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ഇപ്പം എന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഗൾഫ് മേഖലയിൽ നിന്നും ഒക്കെ വിളിച്ചിട്ട് പറയുന്നത്, ടീച്ചറെ ഞങ്ങൾക്കെതിരെ ഇന്ന ആൾ മോശമായിട്ട് ഇട്ടിട്ടുണ്ട്, അവനന്ന് പിടിക്കാൻ പറ്റില്ല, പിടിക്കണം. പല കാരണങ്ങൾ കൊണ്ട് സ്ത്രീകൾ പിന്നോട്ട് പോയി. അപ്പോൾ അതേതായാലും ഞാൻ പറഞ്ഞു, എനിക്കെന്തായാലും ഞാൻ തുനിഞ്ഞിറങ്ങിയൊക്കെയാണ്. നമുക്ക് കിട്ടിയൊരവസരമാണ്, അത് എന്തായാലും നേരിടുക തന്നെ.